ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. നമ്മളിപ്പോ ഹാച്ചി കി കഹാനി എന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഓൾറെഡി പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലൂടെ ഒന്ന് പെട്ടെന്ന് പോവാം. आगे घटनाओं के क्रमानुसार चित्रों को नंबर दे और प्रसंगानुकूल वाक्य चुनकर लिखे. ഇവിടെ ഈ കഥയുടെ അനുസരിച്ചുള്ള ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കിത് ഓർഡറിലാക്കണം. ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നതെന്ന് നോക്കാം. हाची प्रोफेसर के परिवार का एक सदस्य बन जाता है. हाची को प्रोफेसर उड़ा लेता है. हाची की स्मृति में स्टेशन के बाहर उसकी प्रतिमा स्थापित की गई है. हाची कई दिनों से स्टेशन के बाहर प्रोफेसर के इंतजार में लेटा हुआ है. बक्से में बंद छोड़ा हुआ पिल्ला हाची. प्रोफेसर और हाची के बीच का रिश्ता लोग आश्चर्य से देखते हैं. നോക്കാം. ഇതിൽ ആദ്യത്തേത് ബക്സേമേ ബന്ദ് ചോടാ ഹുവ പില്ല ഹാച്ചി. ഒരു പെട്ടിയിൽ അടച്ച് കളഞ്ഞ രീതിയിൽ ഹാച്ചിയാണ്. ഏതാണ് ആ ചിത്രം? ഇതാണ്. അപ്പൊ ഏതാണ് ആദ്യത്തെ വാക്ക്? ബക്സേമേ ബന്ദ് ചോടാ ഹുവ പില്ല ഹാച്ചി. അതിനുശേഷം അവനെ പ്രൊഫസർ കണ്ടുമുട്ടുന്നു, പ്രൊഫസർ അവനെ എടുക്കുന്നു അല്ലെ? ഇതാണ് രണ്ടാമത്തെ ചിത്രം. ഹാച്ചിക്കോ പ്രൊഫസർ ഉഡാ ലേത്താ ഹേ. അതിനുശേഷമോ അവനും ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആവുന്നു. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഹാച്ചി പ്രൊഫസർ കെ പരിവാർ കാ ഏക് സദസ്യ ബൻ ജാതാ ഹെ. അതിനുശേഷം അവൻ എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ പ്രൊഫസറിനെ വിടാൻ പോവും. ആളുകളൊക്കെ അത് കാണും. അപ്പൊ പ്രൊഫസറും ഹാച്ചിയും തമ്മിലുള്ള ബന്ധം ആളുകളൊക്കെ മനസ്സിലാക്കുന്നതാണ്. ഇതാണ് നാലാമത്തേത്. ഏതാണ് നാലാമത്തെ പോയിന്റ്? प्रोफेसर और हाची के बीच का रिश्ता लोग आश्चर्य से देखते हैं. അതിനുശേഷം എന്താ സംഭവിച്ചത്? പ്രൊഫസർ മരിച്ചുപോയി. പ്രൊഫസർക്ക് വേണ്ടി ഹാച്ചി എന്നും കാത്തു നിൽക്കാൻ തുടങ്ങി. ഹാച്ചി കൈ ദിനോ സെ സ്റ്റേഷൻ കെ ബാഹർ പ്രൊഫസർ കെ ഇന്തസാർ മേ ലേട്ടാ ഹുവാ ഹേ. ഇതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്. ഹാച്ചി की स्मृति में स्टेशन के बाहर उसकी प्रतिमा स्थापित की गई है. ഹാച്ചിയുടെ ഓർമ്മയിൽ സ്റ്റേഷന്റെ പുറത്ത് ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് ആ ചിത്രം. അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അടുത്തത് പഠേ और प्रश्न बनाए. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक आची ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा, जिसे एक सुबह उन्हें ट्रेन में बिठाकर विदा किया था. लेकिन जो फिर कभी लौटकर नहीं आया. सर्दी, गर्मी, बरसात, बर्फ, हाची को इन सब से कोई फर्क नहीं पड़ा. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती, तब वह हाची के साथ सड़क पर बैठकर रोती रहती और शायद उन मूक जानवर के प्रेम समर्पण व प्रतीक्षा पर अचरज करती. ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു രംഗമുണ്ടായിരുന്നു അല്ലെ? അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹാച്ചിനെ കിത്തനെ സമയ തക് പ്രൊഫസർ കാ ഇന്തസാർ കിയാ. ഹാച്ചി എത്ര കാലം പ്രൊഫസറിനെ കാത്തു നിന്നു? ഒരു ചോദ്യമാണ്. ഹാച്ചി കിസ്കാ ഇന്തസാർ കർ രഹാ താ. ഹാച്ചി ആരെയായിരുന്നു കാത്തിരിക്കുന്നത്? പ്രൊഫസർ की पत्नी कहाँ और क्यों आती थी. പ്രൊഫസറിന്റെ പത്നി എവിടെയായിരുന്നു വരുന്നത്? എന്തുകൊണ്ടായിരുന്നു വരുന്നത്? പ്രൊഫസർ की पत्नी किसके साथ बैठकर रोती रहती थी. പ്രൊഫസറുടെ ഭാര്യ ആരുടെ കൂടെയായിരുന്നു ഇരുന്ന് കരയാറുണ്ടായിരുന്നത്? മൂക് ജാൻവർ ഹാച്ചി के किस बात पर प्रोफेसर की पत्नी अजरज करती थी. ഹാച്ചിയുടെ ഏത് കാര്യം കണ്ടിട്ടായിരുന്നു പ്രൊഫസറിന്റെ ഭാര്യ അത്ഭുതപ്പെടാറുണ്ടായിരുന്നത്? ഇങ്ങനെ പല രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. നമൂനയ്ക്ക് അനുസാർ ഖാലി ഗോലെ ഭരേ. ഇവിടെ തന്നിരിക്കുന്ന ഫ്രീ ആയിട്ടുള്ള കാലിയായിട്ടുള്ള സർക്കിൾസ് ഫില്ല് ചെയ്യാനാണ്. സെൻട്രൽ വെഹ് എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ ആ ജീവി, അങ്ങനെയൊക്കെ ദൂരെയുള്ള ഒരാളെയോ ഒരു കാര്യത്തിനെയോ കാണിച്ചുകൊണ്ട് പറയാണ് വെഹ്. അതിന്റെ കൂടെ ഈ കാര്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ
वह में അവനിൽ അതെങ്ങനെയാണ് പറയാ അതാണ് ഉസ്മേ ഇവിടെ അത് ഹാച്ചിയെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് വെഹ് പ്ലസ് മേ ഉസ്മേ ആവുകയാണ് അതുപോലെ ബാക്കി കാര്യങ്ങൾ എന്തായി മാറും വെഹ് പ്ലസ് കാ എന്താവും വെഹ് പ്ലസ് കാ ഉസ്കാ ഇനി ഇവിടെ വെഹ് പ്ലസ് നേ എന്തായി മാറും ഉസ്നേ വെഹ് കെ उसके वह पर उस पर वह को उसको ഉസെ എന്നും ചില സമയത്ത് പറയാറുണ്ട് പക്ഷെ നമ്മൾ ഈ രീതിയിൽ ഉസ്കോ വഹ സേ ഉസ്സേ വഹ की उसकी नमूने के अनुसार कहानी से शब्द युग्मों को चुनकर लिखे വാക്കുകളുടെ ജോഡികളാണ് സംഘസാത് അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് അതാണ് സംഘസാത് ഇപ്പൊ ശബ്ദ യുഗ്മ ഇവിടെ തന്നെ കണ്ടില്ലേ ഇതുപോലെയുള്ള വാക്കുകളുടെ ജോഡികൾ ചാപ്റ്ററിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത് നമുക്ക് കുറച്ചെണ്ണം നോക്കാം നിങ്ങളും ഇതല്ലാതെ വേറെ ഏതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാം സാത് സാത് അവർ ഒരുമിച്ച് പീച്ചെ പീച്ചെ പിന്നാലെ ഉജൽത്തെ പുകൽത്തെ തുള്ളിച്ചാടി ഭാഗ്തെ ദൗഡ്തെ ഓടി ഓടി അല്ലെങ്കിൽ ഓടിച്ചാടി എന്നൊക്കെ പറയും ദൗഡ്തെ ദൗഡ്തെ പിന്നാലെ ഓടി ഓടി വരും അതാണ് അപ്പൊ ഇതുപോലെയുള്ള വാക്കുകൾ ഇനിയും ചാപ്റ്ററിൽ കാണുകയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് ഈ ഒരു സ്പേസിൽ എഴുതുക അടുത്തതായി രേഖാങ്കിത് ശബ്ദക്ക് വിശേഷത പേജാനെ ശാന്താർ എന്നത് പിള്ളയുടെ ഒരു വിശേഷണമാണ് അതിന്റെ ഒരു അഡ്ജക്റ്റീവ് ആണ് ശാന്താർ നല്ല നല്ല സൂപ്പറാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ അതിനെ പുകഴ്ത്തുന്ന അല്ലെ അതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്ന ഒരു വേർഡാണ് ശാന്താർ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള വിശേഷണ ശബ്ദങ്ങൾ അഡ്ജക്റ്റീവ്സ് പല രീതിയിലുണ്ടാകും ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും ഇത് നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ് അപ്പൊ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കുന്നില്ലെങ്കിൽ എന്നെ അറിയിക്കുക ഫോർ എക്സാമ്പിൾ ഇവിടെ ഗുണവാചക് വിശേഷൻ എന്ന് പറയും കാരണം പിള്ളയുടെ ഗുണങ്ങളാണ് പറയുന്നത് ശാന്താർ എന്ന് പറഞ്ഞ നല്ല ഒരു നായക്കുട്ടി അതിന്റെ ഗുണം കാണിക്കുന്നതാണ് ഇതുപോലെ വേറെയും ഉണ്ട് ഇത്രയല്ല ഇനിയും കൂടുതലുണ്ട് ഇത് എക്സാമ്പിൾ മാത്രമാണ് അപ്പം ക്വാളിറ്റിയുടെ അഡ്ജക്റ്റീവ് ആണ് ഗുണവാചക് അതുപോലെ നമ്പറുകൾ ദോ പില്ല ചാർ പില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്ര പില്ല ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇപ്പൊ 1 2 എന്നല്ലാതെ നമ്മൾ കുറേ പില്ല അങ്ങനെയൊക്കെ പറയില്ലേ നമ്പറുകളല്ലാതെ അതിനെ ക്വാണ്ടിറ്റി കാണിക്കുന്നതിനാണ് ക്വാണ്ടിറ്റി ഇനി സാർവനാമിക് വിശേഷൻ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് അതായത് നമ്മൾ ഈ പില്ല ആ പില്ല അല്ലെങ്കിൽ നേരത്തെ കണ്ടിരുന്ന എന്നൊക്കെ പറയും പോലെ അതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കും അങ്ങനത്തെ പല അഡ്ജക്റ്റീവ്സും ഉണ്ട് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ശാന്താർ പില്ലയില് ശാന്താർ ഗുണവാചക് വിശേഷണാണ് निम्नलिखित प्रत्येक शब्द का प्रयोग किन किन शब्दों की विशेषता सूचित करने के लिए किया गया है कहानी से ढूंढकर लिखे ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളും കഥയിൽ പല കാര്യങ്ങൾക്കും വിശേഷൺ ശബ്ദമായിച്ച് ഉപയോഗിച്ചിരിക്കുകയാണ് മജ്ബൂർ ഹോ ഗയാ ബഹുത്ത് വളരെ കുറേ റോജ് ദിവസവും ഖുലി തുറന്ന ഗഹരി ഭയങ്കര ആഴമുള്ള മൂഗ് മിണ്ടാൻ കഴിയാത്ത ഇതൊക്കെ ഏത് വാക്കുകളുടെ കൂടെയാണ് ഉപയോഗിച്ചത് മജ്ബൂർ ഹാലത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയ വിഷമമുള്ള ഒരു സാഹചര്യം അതാണ് മജ്ബൂർ ഹാലത്ത് അടുത്തത് ബഹുത് ബഹുത് ദേർ ബഹുത് സൗഭാഗ്യശാലി വളരെ റോജ് റോജ് സിൽസില റോജ് ക സിൽസില അതുപോലെ റോജ് സംഘ് സാത്ത് അതിനൊക്കെ വേണ്ടി റോജ് ഖുലി ഖുലി ആങ്കോ തുറന്ന കണ്ണുകൾ ഗഹരി ഗഹരി ദോസ്തി ആഴത്തിലുള്ള സൗഹൃദം മൂഗ് മൂഗ് ജാൻവർ അമിണ്ട പ്രാണി അമിണ്ടാൻ പറ്റാത്ത ജീവി वाक्य पढ़े वाक्य के अन्य शब्दों के साथ रेखांकित शब्द का संबंध पहचाने
മാലിക് മാനേ ലഗാ, ബർഫ് ഗിർനെ ലഗി. സാധാരണയായിട്ട് പുല്ലിംഗത്തിനാണ് ലഗാ എന്ന് പറയാ, എന്നാൽ സ്ത്രീലിംഗത്തിനാണ് ലഗി എന്ന് പറയാ. അപ്പൊ അതൊരു പെണ്ണോ ആണോ ആണെങ്കിൽ നമുക്ക് ഈസിയാണ് ഐഡന്റിഫൈ ചെയ്യാൻ. സ്ത്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ, പുരുഷനാണെങ്കിൽ ആ എന്നാണ് വരിക. പക്ഷെ ചില വാക്കുകളുണ്ട്, വസ്തുക്കൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെ ഹിന്ദിയിൽ പലതും സ്ത്രീലിംഗവും പുല്ലിംഗവുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ്ലി തരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതൊക്കെ എക്സ്പീരിയൻസിലൂടെ പല പല വാക്കുകളിൽ പഠിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മാലിക് മാന്നേ ലഗ, മാലിക് അതിന്റെ സ്ത്രീലിംഗം മാൽക്കിൻ എന്നാണ്. അപ്പൊ മാലിക് ഒരു പുരുഷനാണ്, അതുകൊണ്ടാണ് അത് ലഗ. ബർഫ്, ഇവിടെ ബർഫ് പ്രകൃതിയിലുള്ള ഒരു കാര്യമാണ്, പക്ഷെ ആ ബർഫിനെ സ്ത്രീലിംഗമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് ബർഫ് ഗിർനെ ലഗി. ഇനി ഇതേപോലെയുള്ള കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ലടുക്ക പുല്ലിംഗമാണ് അല്ലെ, ലടുക്കി സ്ത്രീലിംഗമാണ്, ലടുക്കേ കുറേ ആൺകുട്ടികളാണ്, ലടുക്കിയാം കുറേ പെൺകുട്ടികളാണ്. ദേഖ്നെ, ഇവിടെ ക്വസ്റ്റ്യനിൽ ലഗ് എന്ന വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ലഗ് ഇതിന്റെ കൂടെ ചേർത്ത് ഇതൊരു വാക്യമാക്കാം. അപ്പൊ ലഗി, ലഗാ എന്താണ് വരിക നോക്കാം. ആദ്യമായി ലഡ്ക ദേഖ്നെ ലഗ, ഒരു ബോയ് ആണ്, ഒരു ആൺകുട്ടിയാണ്, അപ്പൊ ലഗ. ലടുക്കിയാണെങ്കിലോ ലടുക്കി ദേഖ്നെ ലഗി. ലഡ്കേ അത് ബഹുവചനമാണ്, ലഡ്കെ ദേഖ്നെ ലഗേ, ലഡ്കിയാ ദേഖ്നെ ലഗി. पढ़े और लिखे। समय के साथ हाची बूढ़ा हो गया, लेकिन उसने इंतजार करना नहीं छोड़ा। 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया। उस समय बर्फ गिर रही थी। मरे हुए हाची की खुली आंखों को जैसे अब भी इंतजार था। प्रोफेसर यूएनए के इंतजार में बैठे बैठे 1935 में हाची ने दम तोड़ दिया. इस पर समाचार तैयार करें. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചല്ലേ, നിങ്ങൾ ഒരു പത്രത്തിൽ ഈ വാർത്ത വായിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ തയ്യാറാക്കുക. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് നിങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യണം. ആദ്യം നല്ലൊരു ഹെഡിങ് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് അനോഖി വഫാദാരി. इंतजार करते करते दुनिया से विदा हुआ वफादार हाची। टोक्यो जापान। वर्षों से अपने मालिक के इंतजार में शिबुया रेलवे स्टेशन के बाहर बैठा रहने वाला वफादार कुत्ता हाची अब इस दुनिया में नहीं रहा। आज सुबह तेज बर्फबारी के बीच उसी जगह बैठे बैठे उसने अंतिम सांस ली, जहां वह रोज अपने मालिक प्रोफेसर यूएनए का इंतजार किया करता था। प्रोफेसर यूएनओ के देहांत के बाद भी हाची ने वर्षों तक बिना थके उनका इंतजार करना जारी रखा। उसकी खुली आंखें देखकर ऐसा लगता था मानो अंतिम क्षणों तक भी उसे अपने मालिक के लौट आने की उम्मीद थी। हाची का यह अटूट प्रेम और स्वामी भक्ति पूरी जापान में चर्चा और प्रेरणा का विषय बनी हुई है. ഇതിൽ കൂടുതൽ കൃത്യമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതുപോലെ എഴുതി ചേർത്ത് ഇതിനെ കൂടുതലായിട്ട് മനോഹരമാക്കുക. अनुबंध कार्य। मानव और पशु पक्षी अटूट संबंध रखते हैं, इस पर अपना कोई अनुभव लिखे. മനുഷ്യനും പ്രകൃതിയിലുള്ള ജീവികളും ഒക്കെ ആയിട്ട് ഒരിക്കലും തകർന്നു പോകാത്തൊരു ബന്ധം സൂക്ഷിക്കാറുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിവരിക്കുക, അത് എഴുതാൻ ശ്രമിക്കുക. ഇവിടെ ഈ ചാപ്റ്ററിലുള്ള പുതിയ വാക്കുകളുടെ അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചാപ്റ്ററിന്റെ എൻഡിൽ അതുണ്ട്. സംശയമുള്ള വാക്കുകളൊക്കെ അവിടെ നോക്കി മനസ്സിലാക്കുക. അങ്ങനെ ഹാച്ചി കി കഹാനി എന്ന ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.